വിവാദമായ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗം എടുത്തേക്കും. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയാകും. പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് UDF-ലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യമെങ്കിലും പിൻവാങ്ങേണ്ട എന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ് ബിനിൽ. ഈ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്ത് നമ്മൾ ഇന്നത്തെ ദിവസം എക്സ്പെക്ട് ചെയ്യണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? സേതു, ഗുഡ് മോർണിംഗ്. PM ശ്രീയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. പക്ഷേ സർക്കാരുള്ളിൽ തന്നെ ചില മന്ത്രിമാർ, പ്രത്യേകിച്ച് ഉപസമിതിയിലുള്ള M. ലിജു അടക്കം അതിൽ എതിർപ്പ് രേഖപ്പെടുത്തിയതാണ്. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ PM ശ്രീയുടെ ഈ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടാണ് ചർച്ചയ്ക്ക് വരിക. അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഏത് രീതിയിൽ ഇത് നടപ്പിലാക്കാം എന്നുള്ളതാണ്. ചില മന്ത്രിമാർ അഭിപ്രായപ്പെടുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം അഭിപ്രായപ്പെടുന്നത് ഇതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ്. നിയമപരമായി പോകുമ്പോൾ പിന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ മുൻ സർക്കാർ അതിൽ ഒപ്പുവെക്കുകയും ഈ സർക്കാർ പണമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് മന്ത്രി ഇപ്പോൾ എതിർപ്പ് അറിയിക്കുന്ന ആളുകൾ പറയുന്നത്. ഈ നിയമപരമായി മുന്നോട്ട് പോകുന്ന നടപടി ആലോചിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം മുന്നോട്ട് പോകണം പദ്ധതിയുമായി എന്നുള്ളത് തന്നെയാണ്. ലീഗ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ അത്തരത്തിൽ KM ഷാജി അടക്കം പറഞ്ഞ ഒരു കാര്യം, പിന്നോട്ട് പോകാൻ കഴിയില്ല. മുൻ സർക്കാരിന് തലയിൽ ചാരി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മന്ത്രിമാർ നേരത്തെ മുതൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ലീഗും അതുതന്നെയാണ്. ഈ അന്തിമ മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം എന്ത് നിലപാടാണ് ലീഗ് സ്വീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും തീരുമാനം. കരിക്കുലം, അതുപോലെ സ്കൂളുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് സംസ്ഥാനത്തിന്റെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോവുക, കേന്ദ്രത്തെ അറിയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിലൊരു ചർച്ച നടക്കുകയും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പോവുകയും ചെയ്യും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, അതിവേഗ റെയിലാണ്. മെട്രോമാൻ E. ശ്രീധരൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത് നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. കേരയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതാണ്. ആ പദ്ധതി കേരളവുമായി മുന്നോട്ട് പോകില്ല എന്ന് ഈ സർക്കാർ വ്യക്തമാക്കിയതാണ്. മറ്റൊരു പദ്ധതി, തൂണുകളിലുള്ള ഒരു മറ്റ് ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന പദ്ധതി നടപ്പിലാക്കും. അങ്ങനെ വികസനത്തിന് എതിരല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് E. ശ്രീധരൻ ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വരികയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. അതിൽ സ്ഥലം കുറച്ച് എടുത്ത് അങ്ങനെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പദ്ധതി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ റിപ്പോർട്ടും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചേക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ രണ്ട് വിഷയങ്ങളും വരും. അതിനൊപ്പം അനുബന്ധമായ മറ്റു വിഷയങ്ങളും മന്ത്രിസഭാ യോഗത്തിൽ വരും. PM ശ്രീയിൽ എന്ത് നടപടി സർക്കാർ മുന്നോട്ട് പോകുന്നു, അതിവേഗ റെയിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വരുമോ, ചർച്ച ചെയ്യുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് ക്യാബിനറ്റിൽ പരിഗണിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ ബിനിൽ, ശരി.